സിന്ദൂർ ഓപ്പറേഷന് കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് ആദ്യമായിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇതിൽ പറയുന്നുണ്ട് ഭീകരവാദവും ചർച്ചയും ഒന്നിച്ചു പോകില്ല, രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല, അതുപോലെ ട്രേഡും ഭീകരവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാൽ സിന്ദൂർ ഓപ്പറേഷൻ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളൂ. പാകിസ്ഥാൻ്റെ നടപടികൾ നിരീക്ഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്കിനോ അല്ലെങ്കിൽ ഒന്ന് ചൊറിയാനോ അതിർത്തിയിൽ സംഘർഷത്തിനോ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനൊരു യുദ്ധപ്രഖ്യാപനമായി കാണും. അപ്പോൾ അളന്നു കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇത് ലോകവും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോദിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൂടെ ഇതിനെ? മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല, ഇതുവരെ നിലനിന്നിരുന്ന നമ്മളുടെ ഒരു ശാക്തീയമായിട്ടുള്ള ഇക്വേഷൻസിൻ്റെ വലിയ മാറ്റം കൂടി ഇതിനകത്തുണ്ട്. കാരണം ഇതിൽ സൈനികമായിട്ടുള്ള മേധാവിത്വം മാത്രമല്ല ഇന്ത്യ നേടിയത്, മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വലിയ മേധാവിത്വം കൂടി യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, മുൻപ് നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളെല്ലാനും അവസാനിക്കുന്ന സമയത്ത് അതാത് രാഷ്ട്രത്തിൻ്റെ പൊസിഷൻസ് നിലനിൽക്കുന്ന സ്ഥിതിയിലാണ് അവസാനിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈക്വൽ പൊസിഷൻസ് ഉള്ള രണ്ട് രാഷ്ട്രങ്ങൾ എന്ന നിലക്കാണ് മുൻകാലങ്ങളിലെ യുദ്ധങ്ങളിൽ അവസാനിച്ചിട്ടുള്ളത്. എത്ര ശക്തമായ യുദ്ധങ്ങളാണ്, എത്ര ശക്തമായിട്ടുള്ള രീതിയിലുള്ള നഷ്ടങ്ങളാണ് അതിൻ്റെ അകത്തുണ്ടായെങ്കിൽ പോലും ഇതിന് വലിയ മാറ്റങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ തവണത്തെ ഈ ഓപ്പറേഷന് ശേഷം, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ പ്രതിഭാസം, അതൊരു ഫിനോമിനലായിട്ട് നമ്മൾ കണക്ക്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് പരിശോധിച്ചാലത്തെ സ്ഥിതി എന്താണ്? പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു സാമന്ത രാഷ്ട്രം. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രം എന്ന ഒരു സ്റ്റാറ്റസ് പാകിസ്ഥാനുണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല, മാറി. ഇന്ത്യ പറയുന്നത് കേൾക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ മാറുന്നു. ആണവായുധങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇന്ത്യ ആക്രമിച്ചാൽ ആണവായുധം പൊട്ടിക്കും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു എന്നല്ലാതെ, അവരുടെ വാക്കുകൾ പൊട്ടി എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു, അല്ലേ? പാകിസ്ഥാൻ്റെ ഏതാണ്ടല്ല ഭീകര ട്രെയിനിങ് സെൻറ്ററുകൾ ഇന്ത്യക്ക് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇടിച്ചു നിരത്താനായിട്ട് കഴിഞ്ഞു, തകർത്ത് തരിപ്പണമായി കളയുന്നു. അങ്ങനെ തരിപ്പണമാക്കിയതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാൻ ദുർബലമാക്കപ്പെട്ടു എല്ലാ രീതിയിലും. കാരണം ഈ ഭീകരരെ വെച്ചുകൊണ്ടാണ് അവർ ഇന്ത്യക്കെതിരെ ഒക്കെ ഇടക്ക് മാന്താൻ വന്നിരുന്നത്. ഇനി അങ്ങനെ മാന്താൻ അവർക്ക് പറ്റില്ല. ഇന്ത്യ പറയുന്നത് കേട്ട് അനുസരിക്കേണ്ട ഒരു രാഷ്ട്രമായിട്ട് പാകിസ്ഥാൻ മാറി. ഇതാണ് ഇതിൻ്റെ സൈന്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് കേൾക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളെന്താണ് പറയുന്നത്, അത് കേൾക്കേണ്ട ഒരു രാഷ്ട്രമായിട്ട് അവർ മാറി. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. വ്യത്യസ്തമായിരുന്നു അവരുടെ പൊസിഷൻ. എന്ന് വെച്ചാൽ തല്ലുപിടുത്തം കഴിഞ്ഞ് അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ പൊസിഷനിലേക്കും ഇന്ത്യയുടെ പൊസിഷനിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇതല്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാചകത്തെ നമ്മൾ കണക്കാക്കേണ്ടത്. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുക എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചർച്ചയും ഭീകരവാദവും മുന്നിട്ട് ഒരിക്കലും പോയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഭീകരവാദം നിർത്തൂ, എന്നിട്ട് ചർച്ച നമുക്ക് പിന്നെ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയില്ല. നീ ഞാൻ പറഞ്ഞത് കേൾക്കുക, അല്ലെങ്കിൽ ഇന്ത്യ പറയുന്നത് പാകിസ്ഥാൻ കേൾക്കുക എന്ന് പാകിസ്ഥാനോട് പറയുകയാണ് ചെയ്യുന്നത്. ഭീകരപ്രവർത്തനം നിർത്തിക്കുക. ഭീകരപ്രവർത്തനം നിർത്തിയാൽ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ. ചർച്ച ചെയ്താൽ മാത്രമേ നമുക്ക് കച്ചവടം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് സാധനങ്ങൾ വേണോ? സാധനങ്ങൾ തരാം. പക്ഷേ നീ ഈ പണിയൊക്കെ നിർത്താൻ പറയണം. നിങ്ങൾക്ക് വെള്ളം വേണോ? വെള്ളം തരാം. പക്ഷേ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തതിന് ശേഷമേ പറ്റുകയുള്ളൂ എന്ന നിലക്കൊരു നിലപാടെടുക്കാനായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്നു എന്നുള്ളത് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ലോകം നമ്മുടെ ശക്തി കണ്ടു. അതായത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെയോ അവിടുത്തെ ആർമിയോ നമ്മൾ അറ്റാക്ക് ചെയ്തില്ല. പഹൽഗാമിലുണ്ടായ സംഭവത്തിൽ ആരാണോ കുറ്റക്കാർ, ആ ഭീകരവാദികളെ, അവരുടെ ട്രെയിനിങ് കേന്ദ്രങ്ങളെയാണ് നമ്മൾ തകർത്തത്. മാത്രമല്ല അവരുടെ 9 എയർ ബേസുകളെ നമ്മൾ തകർത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാക്കിയതും നമ്മുടെ നാട്ടിലെ സിവിലിയൻസിന് നേരെ ഇവർ ഷെല്ലാക്രമണം നടത്തി, ഇവിടേക്ക് നുഴഞ്ഞുകയറ്റം നടത്തി, വെടിവെയ്പ്പ് നടത്തി. അതുകൊണ്ട് ആ ഭീകരവാദികളെ നമ്മൾ തുടച്ചു നീക്കുന്നു. അപ്പോൾ ആഗോള ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ എല്ലാ ലോകങ്ങളും നിൽക്കുമ്പോൾ ഇന്ത്യ അതിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവരുടെ ഈ നീക്കത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് ആണവ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, കൃത്യമായ മറുപടിയല്ലേ നൽകിയത്? അതെ, ആണവ ഭീഷണിയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആണവായുധങ്ങളുണ്ട്.
നമ്മൾ എന്താണ് രാജസ്ഥാൻ മരുഭൂമിയിൽ നമ്മുടെ ആണവായുധങ്ങൾ പൊട്ടിച്ച സമയത്ത് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അത് പ്രദർശിപ്പിച്ച സമയത്ത് അല്ലെ ബുദ്ധൻ ചിരിക്കുന്നു എന്ന് അതെ. പറഞ്ഞിട്ടുള്ള ഒരു സൈനിക പരിപാടിയായിരുന്നു ശരിക്കും. നമ്മളത് പറഞ്ഞെന്താണ്, ഞങ്ങൾ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ അത് ശത്രുവിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല, സമാധാനത്തിന്. അതാണ് ബുദ്ധൻ്റെ ചിരി എന്നതിന് പേര് വരാനായിട്ട് കാര്യം. അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് എന്താണ് ഇതിൻ്റെ ഒരു വിരോധാഭാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം അണ്വായുധങ്ങൾ അങ്ങനെ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടി എന്ന് പറയുന്നത് വെച്ചാൽ മറ്റൊരു രാഷ്ട്രവും നമുക്കെതിരെ അണ്വായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പാകിസ്ഥാൻ അറിയാം, നമുക്കെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ അവർ തുടങ്ങിയാൽ ഈ ഭൂമുഖത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല, ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. അതിനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ഈ കഴിഞ്ഞു പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കൃത്യമായിട്ട് അവർക്ക് മാത്രമല്ല, ലോകത്ത് പല രാഷ്ട്രങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് കഴിയും. കാരണം എന്ന് വെച്ചാൽ ആയുധ നിർമ്മാണ ലോകത്തുണ്ടായ വികസനം സാങ്കേതികതയുടെ വലിയ വികസനമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഏറ്റവും, അതായത് 100% പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ കൃത്യതയോടെ ഓപ്പറേഷൻ നടത്താനായിട്ട് പറ്റുന്ന തരത്തിൽ നമ്മളുടെ ഈ സംവിധാനങ്ങളിലൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതിൽ ഒരു ഉയർന്ന പൊസിഷൻ ഉണ്ട് എന്ന് ഈ യുദ്ധം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു റിസൾട്ട് അതാണ്. ഈ വിഭജന കാലം മുതൽ തന്നെ പാകിസ്ഥാൻ ചെയ്യുന്ന അവിടുത്തെ ഭീകരവാദികളെ വളർത്തുന്നുള്ള. അപ്പോൾ ആർമി അവിടെ ഉണ്ടെങ്കിൽ പോലും അവർ പണം മാത്രം ചെലവഴിക്കുന്നത് ഈ ഭീകരരെ വളർത്തുക, അവർക്ക് ട്രെയിനിങ് നടത്തുക, എന്നിട്ട് ഈ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുക. ഇന്ത്യയിൽ എപ്പോഴും ഒരു അതൃപ്തി ഉണ്ടാക്കുക, അവിടെ ഒരു ഭീകരവാദത്തിൻ്റെ വിത്ത് മുളപ്പിക്കുക, ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോദി പറയുന്നത് കാലാകാലങ്ങളായി ഞങ്ങളുടെ നാട്ടിലേക്ക് അക്രമം ഉണ്ടാക്കുന്ന ഭീകരവാദികളെ തുടച്ചു നീക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. ഇത് പാകിസ്ഥാൻ ഇനി അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ലേ? അല്ല, 47 മുതൽ ഇത് ആരംഭിച്ചാണ്. 47 അന്ന് അവർ കാശ്മീരിൽ ഈ പ്രശ്നങ്ങൾ, കാരണം കാശ്മീർ എന്ന് പറയുന്ന അവിടുത്തെ നാട്ടുരാജാവ് ബ്രിട്ടീഷുകാർ കൊടുത്ത ഓഫർ ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാരെന്താ പറഞ്ഞത് നാട്ടുരാജാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ദ്വിരാഷ്ട്ര കൺസെപ്റ്റ് അവർ അവതരിപ്പിച്ചു, പാകിസ്ഥാൻ ഇന്ത്യ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ പോവാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. ഇങ്ങനെ 3 ഓപ്ഷൻ അവർക്ക് കൊടുക്കുന്നത്. കാശ്മീർ രാജാവ് ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പാകിസ്ഥാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ആദിവാസികളെ അതേപോലെ ഗോത്രവർഗ്ഗക്കാരെ ഒക്കെ സംഘടിപ്പിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഈ രാജാവിൻ്റെ മെക്കിട്ട് കയറാനായിട്ട് വിട്ടു. അപ്പോഴാണ് രാജാവ് എന്ത് ചെയ്ത് ഇന്ത്യയെ സമീപിക്കുകയും അങ്ങനെ ഇന്ത്യൻ പട്ടാളം പോയി അന്ന് ഇവരുടെ ഈ ഭീകരപ്രവർത്തകരെ അടിച്ചോടിച്ചിട്ടാണ് ഈ കാശ്മീർ ഇന്ത്യയുടെ കൂടെ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ 370 വകുപ്പൊക്കെ അതിനകത്ത് ചേർത്ത് അവരെ നമ്മുടെ കൂടെ നിർത്തേണ്ടത് നമുക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ ഭരണഘടനയിൽ തന്നെ സംവിധാനങ്ങളുണ്ടാക്കി. അതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒരുപാട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പുതിയ ഘട്ടത്തിലെത്തി നിൽക്കുക. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് ഇനി ഒരു ഭീകരനും ഇന്ത്യയിലേക്ക് കടക്കാൻ പാടില്ല. ഇന്ത്യയിലേക്ക് മാത്രമല്ല, നിങ്ങൾ ലോകത്ത് ഒരിടത്തേക്കും ഭീകരപ്രവർത്തകരെ വിടേണ്ട. ഭീകരപ്രവർത്തകർ എന്ന് പറയുന്നത് മനുഷ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം മാത്രമേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ പ്രക്രിയയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലേ, അവിടുത്തെ അത്തരം കേന്ദ്രങ്ങൾ മാത്രമാണല്ലോ ആക്രമിച്ചത്, അല്ലാണ്ട് സിവിലിയൻസിനെ ആക്രമിക്കാനൊന്നും നമ്മൾ പോരുന്നില്ല. ഇതെല്ലാം ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു റേറ്റിംഗ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ വളർത്തുന്നതിന് സഹായകരമായി തീർന്നില്ല. അതുകൊണ്ടുണ്ടായ പ്രധാനപ്പെട്ട മാറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാകിസ്ഥാൻ ഇനി മുതൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സാമന്ത രാഷ്ട്രം മാത്രമാണ്. അത് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം വ്യക്തമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി പറഞ്ഞത്. എന്താണ്? ഇതിൽ ആരും ഇടനിലക്കാരായി ഇടപെട്ടിട്ടില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഞങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഞങ്ങളാണ് തീരുമാനിക്കുന്നത് യുദ്ധം വേണമെന്നും വേണ്ടെന്നും. കാരണം ഞങ്ങളുടെ ജനങ്ങൾക്കെതിരെ ആരൊക്കെയാണ് പ്രവർത്തിച്ച ആളുകൾ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതായിട്ടുള്ള പ്രവർത്തനം നടത്തിയത്. അത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് അതിനെ നയിക്കാനായിട്ട് ഇന്ത്യയിലെ 2 പ്രമുഖ വനിതകളെ തന്നെ നിയോഗിക്കുകയും അവർ ലോകത്തിൻ്റെ താരങ്ങളായിട്ട് മാറിത്തീരുകയും ചെയ്തു. ഇങ്ങനെ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ട്രംപ്, അമേരിക്ക ഒക്കെ കയറി എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുക. അതല്ല, നിങ്ങൾ പറഞ്ഞിട്ടല്ല മക്കളെ, ഇത് ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്
ഞങ്ങളിത് അവസാനിപ്പിക്കുന്നത്. അതിന് വലിയ അർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? അമേരിക്ക ലോകത്തിൻ്റെ പോലീസുകാരനായി നടക്കുകയാണ് ചെയ്യുന്നത്. ആ പോലീസ് പണി ഇങ്ങോട്ട് വേണ്ട എന്ന് ഇപ്പോഴെങ്കിലും ഇന്ത്യക്ക് പറയാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ മേധാവിത്വത്തെ, ഇന്ത്യയുടെ ശക്തിയെ ഒന്നുകൂടി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഉറപ്പിക്കുന്ന പ്രക്രിയയായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. 2013 ശേഷമാണ് ശരിക്കും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ തിരിച്ചടി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പാകിസ്ഥാനിൽ അടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു ബലേക്കോട്ട് ആക്രമണം, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ, ഇതൊക്കെ തന്നെ ഇപ്പോഴാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു വികാരം സൃഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരു ഭരണാധികാരിയും ഭരണകൂടവും ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ സർക്കാരിന് സാധിച്ചു. അതുകൊണ്ടാണ് മോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ആകാംക്ഷപൂർവ്വം ടി വിയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാനിരിക്കുന്നത്. അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റും? അതെ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് നേതൃത്വം കൊടുക്കാനും കഴിവുള്ളതായിട്ടുള്ള ആളുകൾ മാത്രമാണ് നല്ല ഭരണാധികാരികൾ എന്ന രീതിയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ. ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത്. പാകിസ്ഥാൻ്റെ ഭരണാധികാരികളുടെ സ്ഥിതി എന്തായിരുന്നു? അവരെല്ലാത്തിൽ നിന്നും പിൻവാങ്ങി ഒളിച്ചോടുകയായിരുന്നു. അങ്ങനെ ഒളിച്ചോടുന്നവരെ ജനങ്ങൾക്ക് ആവശ്യമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ച് ശത്രുവിനെ സംഹരിക്കുന്നതായിട്ടുള്ള നേതാക്കളാണ് ജനങ്ങളുടെ ആവശ്യം, ശക്തരായിട്ടുള്ള ഭരണാധികാരി. അതാണ് ഇവിടെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.